8085 ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെടുത്തി എന്തിനാണ് മൈക്രോ പ്രോസസർ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസിനെ കോഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ പ്രോഗ്രാമിംഗ് അപ്രോച്ചിനെ നമ്മൾ പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് അപ്രോച്ച് എന്നാണ്. മൈക്രോ പ്രോസസറിൽ ഇതേപോലെ ബൈനറി ബിറ്റ് പാറ്റേൺസ് ആയിട്ടാണ് നമ്മൾ മൈക്രോ പ്രോസസറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. മെഷീൻ ലാംഗ്വേജിൽ അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന് തൽക്കാലം എൻ്റർ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ ഹെക്സാഡെസിമൽ പാറ്റേണിൽ എൻ്റർ ചെയ്യാം. പക്ഷേ വീണ്ടും പ്രോഗ്രാമറെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് പ്രോഗ്രാമർ അതിനെ ന്യൂമോണിക് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ന്യൂമോണിക് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുന്നതിന് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്നാണ് പറയുക. അങ്ങനെ ആ ന്യൂമോണിക്സിനെ മൈക്രോ പ്രോസസർ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇതേപോലെ ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ ബൈനറി പാറ്റേണിലേക്ക് കൺവേർട്ട് ചെയ്താണ് മൈക്രോ പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, ഈ ന്യൂമോണിക് മെഷീൻ ലാംഗ്വേജ് ഓരോ മെഷീനെയും മെഷീൻ ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് അസംബ്ലി ലാംഗ്വേജും ഓരോ മെഷീനും ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതാണ് അസംബ്ലി ലാംഗ്വേജിനുള്ള ഒരു ബുദ്ധിമുട്ടും. ഇവിടെ 8085 അസംബ്ലി ലാംഗ്വേജ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മോട്ടറോളയുടെ 6800 സ്യൂട്ടബിൾ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദേ ആർ നോട്ട് ട്രാൻസ്ഫറബിൾ ഫ്രം വൺ മൈക്രോ പ്രോസസർ ടു അനദർ ഡിഫറെൻറ്റ് വൺ. ഒരു മൈക്രോ പ്രോസസറിന് എഴുതുന്ന കോഡ് വേറൊരു മൈക്രോ പ്രോസസറിന് വേറൊരു കമ്പനിയുടെ അല്ലെങ്കിൽ വേറൊരു സീരീസിൽ വരുന്ന ഒരു മൈക്രോ പ്രോസസറിന് സ്യൂട്ട് ആവണമെന്ന് നിർബന്ധമില്ല എന്നർത്ഥം. So 8085 മൈക്രോപ്രോസറിന്റെ മെഷീൻ ലാംഗ്വേജ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് മോട്ടറോളയുടെ 6800 എന്ന് പറയുന്നത്. രണ്ടും 8-bit മൈക്രോ പ്രോസറാണ്, പക്ഷേ രണ്ടും എന്തായിരിക്കും, അസംബ്ലി ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് ഇനി അസംബ്ലി ലാംഗ്വേജിലായിരിക്കാം. അസംബ്ലി ലാംഗ്വേജ് മീൻസ് യൂസിങ് ന്യൂമോണിക് കോഡ്സ് ഉപയോഗിച്ച് ആഡ് ബി, അതേപോലെ INR എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ഉപയോഗിച്ചുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതും. Now, how does this assembly language get translated into machine language? ഇപ്പം നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് അസംബ്ലി ലാംഗ്വേജിലാണ്, അതിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. There are two ways. One is hand assembly. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the programmer will translate each assembly language instruction into its equivalent hexadecimal code അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് കോഡിലേക്ക് പ്രോഗ്രാമർ തന്നെ എന്ത് ചെയ്യുന്നു, ഈക്വലൻ്റ് ആയിട്ടുള്ള കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ എന്നിട്ട് ഹെക്സാഡെസിമൽ കോഡ് ഈസ് എൻ്റേർഡ് ഇൻ ടു ദ മെമ്മറി. ഇത് പ്രോഗ്രാമർ ആയിരിക്കുന്ന നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ മൈക്രോ പ്രോസസറിന് പറയുമ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം നമ്മൾ ആദ്യം എഴുതുന്നു. അതിനെ നമ്മൾ മെഷീൻ കോഡായിട്ട് നമ്മൾ ഹെക്സാഡെസിമൽ കോഡ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആ മെഷീൻ ലാംഗ്വേജ് കോഡ്സ് നമ്മൾ നേരെ മെമ്മറിയിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് എന്ത് പറയുന്നത്, ഹാൻഡ് അസംബ്ലി എന്ന് പറഞ്ഞാൽ. ദ സെക്കൻഡ് പോസിബിലിറ്റി ഈസ് യൂസിങ് എൻ അസംബ്ലർ. അതൊരു പ്രോഗ്രാം തന്നെ എന്ത് ചെയ്യും, ഇതേപോലുള്ള ഈ കോഡുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ അസംബ്ലർ പ്രോഗ്രാംസ് എന്ന് പറയാം. ഈ അസംബ്ലർ പ്രോഗ്രാം നമ്മൾ നേരത്തെ അസംബ്ലി ലാംഗ്വേജിൽ നേരത്തെ പറഞ്ഞ പോലെ INR ആഡ് ബി എന്നൊക്കെ പറഞ്ഞ കോഡ് എഴുതിയതിനെ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് അങ്ങ് കൺവേർട്ട് ചെയ്തോളും. അങ്ങനെയുള്ള പ്രോഗ്രാംസിനെ നമ്മൾ അസംബ്ലർ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. 8085 മൈക്രോ പ്രോസസർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ലാബിൽ പ്രാക്ടീസ് ചെയ്യുന്നത് മുഴുവനും ഹാൻഡ് അസംബ്ലി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അല്ലാതെ അസംബ്ലർ പ്രോഗ്രാംസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കേസും ഉണ്ട്. അത് നമ്മൾ സിമുലേഷൻസിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്തു നോക്കാം. പക്ഷേ ആദ്യം നമ്മൾ ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഹാൻഡ് അസംബ്ലി ഉപയോഗിച്ചാണ് നമ്മൾ അസംബ്ലി കോഡ്സ് ചെയ്യുന്നത്. Now let us come back to the instructions. ഇത്രയാണ് ഇൻട്രഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. 8085 ഒരു 8-bit ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ അതിന് മാക്സിമം 228 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ 256 പാറ്റേൺസ് ഉണ്ടാവും. അതിൽ നമ്മൾ ആകെ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 246 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതിനെ നമ്മൾ ഏകദേശം 74 ഇൻസ്ട്രക്ഷൻസ് ആയിട്ട്, ഇത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് അടുത്ത നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് അതിനെ അങ്ങോട്ട് ഏകദേശം മനസ്സിലാവും. 74 ഇൻസ്ട്രക്ഷൻസ്
ഈ 246 ഡിഫറെൻറ്റ് പാറ്റേണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നൗ പല ഫോർമാറ്റിലാണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്. നൗ വാട്ട് ആക്ച്വലി ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ്? ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ പാറ്റേൺ, ബൈനറി പാറ്റേൺ വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ മൈക്രോപ്രോസസർ. In 8085 instruction is a combination of opcode and operand. Every instruction have two parts. One part is opcode and other part is operand. Okay, opcode is known as operation code and operand is a data. Now instructions in 8085 instructions 5 different കാറ്റഗറിയിലാണ് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കാറ്റഗറി ഈസ് ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. സെക്കൻഡ് കാറ്റഗറി ഈസ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. തേർഡ് കാറ്റഗറി ഈസ് ലോജിക്കൽ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഫോർത്ത് ഈസ് ബ്രാഞ്ചിങ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഇൻസ്ട്രക്ഷൻസ്. ദ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് മെഷീൻ കൺട്രോൾ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ 5 കാറ്റഗറി ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്ട്രക്ഷന് ഈ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന് 2 പാർട്ട് ഉണ്ട്. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഈസ് ഓപ്പറേഷൻ ഓഫ് കോഡ്. വിൽ കോൾ ഇറ്റ് ആസ് ഓഫ് കോഡ് ഓർ ഓപ്പറേഷൻ കോഡ് ഓർ ഓപ്പറേഷൻ ഓർ ദ ടാസ്ക് ടു ബി പെർഫോംഡ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഈ ഒപ്കോഡിലാണ്. ഒരു ഇൻസ്ട്രക്ഷൻ 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പാർട്ട് ഒപ്കോഡ് ആയിരിക്കും. രണ്ടാമത്തെ പാർട്ട് ഈസ് കോൾഡ് ഓപ്പറൻഡ് ഓർ ഡാറ്റ ടു ബി ഓപ്പറേറ്റഡ് ഓൺ. വിൽ കോൾ ഇറ്റ് ആസ് ഓപ്പറൻഡ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. Say for example, suppose I have an instruction that is MVI. MVI is move immediately. MVI A comma some 05 എന്നാന്ന് വിചാരിക്കുക ഡാറ്റ. ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് വിചാരിക്കാം. ഈ ഇൻസ്ട്രക്ഷൻസിലെ ആദ്യത്തെ പാർട്ടിന് നമ്മൾ ഓപ്പറേഷൻ കോഡ് എന്ന് പറയും. MVI A എന്ന് പറയുന്നതാണ് ഓപ്പ് കോഡ് ഓർ ഓപ്പറേഷൻ കോഡ്. രണ്ടാമത്തെ പാർട്ട് ഈസ് 05 എന്ന് പറയുന്ന പാർട്ടാണ്. അതാണ് എന്ത് പറയുന്നത്, ഓപ്പറൻഡ് എന്ന് പറയുന്ന പാർട്ട് വരുന്നത്. ഓക്കെ, നൗ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ഓരോ കാറ്റഗറിയിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.